ഹലോ ഗുഡ് മോർണിംഗ് എന്നെ സിപ്പത്തിന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പഴയ ഡ്രസ്സ് ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അലക്കിയിട്ട് ഉണങ്ങൂല, കാരണം ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് പോകും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഉണങ്ങാനൊന്നും വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ അലക്കാതെ, പിന്നെ പകൽ ഫുൾ പുറത്തായിരുന്നു, രാത്രി കിടക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഡ്രസ്സ് ഇട്ടത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് ഇന്നും കൂടെ അനിയൻ്റെ വീട്ടിലാണ്. ഇവിടുത്തെ കുക്കിംഗ് വ്ലോഗ് കാണിച്ചു കേട്ടോ. നെയ്പ്പത്തിരിയാണേ. അനിയൻ വന്നപ്പോൾ പറയുന്ന അടി എനിക്ക് പണ്ടത്തെ പോലെ ഒന്ന് നെയ്പ്പത്തിരി ഉണ്ടാക്കി തരുന്നു. ഞാൻ നല്ല നെയ്പ്പത്തിരി മുട്ട കറി വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടക്കറി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കണം, സാലഡൊക്കെ ആക്കി വെച്ചിട്ട്. ഇവിടെ സമയമൊന്നും ആയിട്ടില്ല കേട്ടോ, പക്ഷേ എനിക്കിപ്പോഴും ഇന്ത്യൻ ടൈമാണ്. ഇത് നിങ്ങൾക്ക് വ്ലോഗ് കാണിച്ചിരുന്നുണ്ട് കുറച്ചും കൂടെ. എനിക്കിപ്പോഴും ഇന്ത്യൻ സമയം തന്നെ കേട്ടോ. ഞാൻ ഉറങ്ങുന്നതും ഇന്ത്യൻ ടൈമിനാണ്, എഴുന്നേൽക്കുന്നതും ഇന്ത്യൻ ടൈമിനാണ്. ഇന്നലെയൊക്കെ എൻ്റെ കുറേ സ്റ്റുഡൻസ് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. അവരൊക്കെ നാളെ പോയി മീറ്റ് ചെയ്യണം. ഇന്നെൻ്റെ അനിയന് ഭയങ്കര സന്തോഷമാവും. ഇങ്ങനെയാട്ടോ ഉണ്ടാക്കുക. വെച്ച് ഇങ്ങനെ ഒന്ന് ചെറുങ്ങനെ പ്രസ് ചെയ്യും. ഇനി പൊരിച്ചെടുക്കും. കണ്ടത് ഒന്നി വരുന്നാണ്ട. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. എനിക്ക് നോക്കിയിട്ട് ഇവിടെ കുക്കിംഗ് ചെയ്യാനൊക്കെ നമ്മുടെ നാട്ടിനേക്കാൾ എല്ലാ സാധനവും കിട്ടും. ഇവിടെ അതിനേക്കാൾ നല്ല സാധനങ്ങൾ കിട്ടും. പിന്നെ ചക്കക്കുരു ചക്ക വരെ എപ്പോഴും കിട്ടും. പിന്നെ അതെ, പിന്നെ ഇത്തിരി നൂൽപുട്ടും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വൈഫിന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നേ. സോ കുക്കിങ്ങൊക്കെ ഞാൻ തന്നെ അങ്ങ് ഏറ്റെടുത്ത്. ഭയങ്കര തണുപ്പായിരുന്നു. അതെ, അവനിതൊക്കെ ഇവിടെ പുകച്ചിട്ടിട്ടുണ്ട്. പുറത്ത് മഞ്ഞുണ്ടോ നോക്കട്ടെ കേട്ടോ. ഇന്നും കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട്, എന്നാലും ഇന്നലത്തെ അത്ര ഇല്ല. ഇന്നലെ ഫുള്ള് മഞ്ഞായിരുന്നു. ഇവിടെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു വെയിൽ പോകുന്നുണ്ടാവും, പിന്നെ പെട്ടെന്ന് തന്നെ മഴ പെയ്യും. മഴ പെയ്യും അല്ലെങ്കിൽ മഞ്ഞ് വരും. കരണ്ടിലാട്ടോ കത്തുന്നത്. അയ്യോ, തീ എടുത്തുന്നുണ്ടല്ലോ. ഇവിടെയും കത്തിച്ചിട്ടിട്ടുണ്ട്. എനിക്ക് അത്ര തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. അവിടെ കറണ്ട് ബില്ല് തന്നെ 50,000 രൂപയെന്നൊക്കെ പറയുന്നത്. ഹാജോക്കൂടിന് അവിടെ എനിക്ക് ഫുൾ ചിക്കനാണ് കേട്ടോ അവിടെ. അതുകൊണ്ട് മാത്രം എനിക്ക് ഫുൾ ചിക്കൻ കട്ട് ചെയ്ത് തരികയാണേ. അതെ, നമ്മുടെ ചായ, ഇന്നലത്തെ മീൻ വറ്റിച്ചത് ബാക്കിയുണ്ട്, നെയ്പ്പത്തിരി, നൂൽപുട്ട്, മുട്ടക്കറി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കഴിക്കാൻ പോകും. ഇത് അനിയനെ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ. വയനാട്ടിൽ നിന്നല്ല, കോഴിക്കോട് നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. അവന് ചെമ്മീൻ്റെ എന്തോ വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്നേ. ഞാൻ തന്നെ കഴിക്കാവാ. ഇവിടെ എടുത്ത് വെച്ചാൽ അപ്പം തന്നെ തണുത്തു കേട്ടോ സാധനങ്ങൾ. ഇന്നിപ്പോൾ ഇതേ വെതറൊക്കെ മാറി. ഇന്നലെയൊക്കെ ഫുള്ള് മഞ്ഞായിരുന്നു. ഇന്നിപ്പോൾ മഞ്ഞിനൊക്കെ അത്യാവശ്യം കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആക്ച്വലി കറണ്ട് ബില്ലൊക്കെ കൂടാൻ കാരണം ഇതൊക്കെ കേട്ടോ. കറണ്ട് ബില്ല് കൂടാൻ കാരണം ഇത് യു കെയിലുള്ള ഇവന് വരെ തണുപ്പ്. നമുക്ക് ഇവിടെ തണുപ്പൊന്നുമില്ല. ഇന്നലെ ഒരു ഫാമിലി പോയപ്പോൾ ഞങ്ങൾക്ക് ഗ്യാസാ ഒരു ഇവിടുന്ന് സ്റ്റാർബക്സിൽ അവർ കോഫി പൗഡർ എക്സ്പയർഡ് ആയിട്ട് മാറ്റി വെക്കാൻ വേണ്ടി മാറ്റി വെച്ച് ഫ്രീ ആയിട്ട് എടുത്തോളാം പറഞ്ഞു. ഞാൻ കുറേ എടുത്ത്. പിന്നെ ഇത് ഇന്നലെ ഒരു ഫാമിലി പോയപ്പോൾ അല്ല, പിന്നെ എക്സ്പയർഡ് ആവാൻ പോകുന്നത്. ഓക്കെ, എക്സ്പയർഡ് ആകാൻ പോകുന്ന കോഫി പൗഡർ. ഇത് പിന്നെ ഇന്നലെ ഒരു ഫാമിലി പോയപ്പോൾ ഞാൻ അവരിവിടെ കൊണ്ടുവന്നതാണ്. അവരിവിടെ കൊണ്ടുവന്നതായിരുന്നു ഞാൻ യു കെയിൽ. അവരെനിക്ക് കുറേ ചോക്ലേറ്റ് ഒക്കെ തന്ന്, ഫുഡൊക്കെ തന്ന്. ഈ ബ്രെഡൊക്കെ ഇനിയിപ്പോൾ എക്സ്പയർഡ് ആവുമെന്ന് തോന്നുന്നു. ബിക്കോസ് ഞാൻ ഇവിടെ വന്നിട്ട് ഫുള്ള് കുക്കിംഗ് അല്ലേ കേട്ടോ. ബിരിയാണി ഇനിയും 6 മാസം ഉണ്ടല്ലേ കോഫി പൗഡറിന്. ഞാൻ അനിയന് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അനിയൻ്റെ വൈഫിന് ഐറ്റിയൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കാണ്, കുഞ്ഞുമാറിയുണ്ട്. ഞാൻ എന്തെങ്കിലും എന്നെ കൊണ്ടാകുന്നത് ഞാൻ വേഗം ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ കിച്ചണിലെ സാധനങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും എൻ്റെ ദൈവമേ എനിക്കിങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി വെക്കുന്ന പരിപാടി കേട്ടോ. എനിക്ക് എന്തെന്നാത് പിന്നെ നമ്മുടെ നാട്ടിനേക്കാൾ എനിക്ക് തോന്നുന്നു കുക്കിംഗ് ഇവിടെയാണ് എനിക്ക് കുറച്ചും കൂടെ എളുപ്പം. തേങ്ങ ചിരവിയതും എല്ലാ സാധനം ഉണ്ട്.
റൈസ് ആക്കി വെച്ചു. പിന്നെ മിക്സ് ചെയ്താൽ മാത്രം മതി. അതേ നമ്മുടെ ബിരിയാണി സെറ്റ് ആയിരിക്കുന്നു. ഇനി ദമ്മാക്കണം. നമ്മുടെ വെയില ചെറുങ്ങനെ വെയിൽ ഇടുന്നുണ്ട്. നല്ല ചെറുത്തിയ ചിലത്തൊക്കെ ഇങ്ങനെ ഐസ് ഇങ്ങനെ ഉണ്ട്. ഐസൊക്കെ ഉരുകുന്നുണ്ട്. ഞങ്ങൾക്ക് ബിരിയാണിയായി. ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് പോകുവാണേ. അതേ ചമ്മന്തി ഉണ്ട്. ജോണെ അച്ചാർ എടുക്കടാ. സാലഡ് ഉണ്ട്. തണുപ്പിന്ന് കുറവാണ്. ഞങ്ങൾ അനിയൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടോ. സങ്കടമായിരുന്നു കുഞ്ഞാവേനെയൊക്കെ ഇങ്ങനെ ഇട്ട് വന്നപ്പം. കുഴപ്പമില്ല, ദൈവം ഇത്രക്കെങ്കിലും ഭാഗ്യം തന്നില്ലേ ഇങ്ങനെ വരാനും കാണാനെങ്കിലും. അത് തന്നെ ധാരാളം. അപ്പോൾ ഞങ്ങളൊന്ന് ലണ്ടനിലേക്ക് തിരിച്ചു പോവാണ് യൂണിവേഴ്സിറ്റി വിസിറ്റിങ്ങിനൊക്കെ ആയിട്ട്. അതിനിടയ്ക്ക് കുറച്ച് സാൻസ്ബറിന്ന് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി വരാം. ഓക്കെ, ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇവിടെ എൻ്റെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നിട്ട് എന്നെ സുൽഫാത്തല്ലേ ചോദിച്ചു കോരി തിരിച്ചു പോയി. ഈ വീഡിയോ ഒക്കെ ഞാൻ കുറേ കഴിഞ്ഞ് കാണുമ്പോൾ എനിക്ക് എൻ്റെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ 5:30-ക്കാണ്. 5:30-ക്ക് കയറി നമ്മൾ ലണ്ടനിലേക്ക് പോകുന്നു. ലണ്ടനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടില്ല. പിന്നെ ഒരു സന്തോഷ വാർത്ത, എന്നെ ഇവിടുത്തെ ഒരു റേഡിയോ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിച്ചിട്ടോ. പോകാൻ പറ്റുമല്ലോ എന്നറിയില്ല, കാരണം 17-18 അവർ ഡേറ്റ് പറഞ്ഞേക്കുന്നത്. നോക്കാം. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. പെട്ടിയൊക്കെ എടുത്ത് ഈ പെട്ടി നിറയെ വരുമ്പോൾ സ്റ്റുഡൻസിൻ്റെ സാധനങ്ങളായിരുന്നേ. പോകുമ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഇന്നലെ അനിയൻ്റെ അടുത്തുനിന്ന് എത്തിയപ്പോൾ ട്രെയിനിലൊക്കെ കിടന്ന് ഞാൻ ഉറങ്ങി കേട്ടോ. അതുകൊണ്ട് എനിക്ക് വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെയും കൂടെ വീഡിയോ ഇട്ട ശേഷം അതിൻ്റെ ചെയ്യാം. അപ്പോൾ നമ്മൾ ലണ്ടനിൽ എത്തിയിട്ടോ. അപ്പോൾ സമയം ഇവിടെ 12 മണിയായി. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാണ്ടായിരുന്നു. വീഡിയോ ഒക്കെ എടുത്തു. ഇങ്ങനെ ഇരിക്കുകയാണ്. പുറത്തിറങ്ങി ഫുഡ് കഴിക്കുക. ഇന്ന് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വീഡിയോ ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. ഫുഡ് ടെസ്റ്റ് ചെയ്ത് വീഡിയോ ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കും കേട്ടോ. ഞാൻ അങ്ങോട്ട് UK വരാൻ നേരത്തിന് നെയിൽ പോളിഷ് ഒക്കെ ഇടാൻ മറന്നുപോയേ. എനിക്ക് പിന്നെ കുറേ ഡ്രസ്സ് പീലി എന്നുള്ളൊരു പേജിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ട്. കാണിച്ചു തരണോ? നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കാണിച്ചു തരാം. ഞാൻ ജോൺസണായിട്ട് പോലത്തെ ഒരു ഡ്രസ്സാട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഡ്രസ്സാണ് ഞാൻ എന്നിട്ടത്. ഇതൊക്കെ പീലീൻ്റെ പേജിൽ നിന്ന് കേട്ടോ. പിന്നെ ഇത് ഇവിടെ കുറേ ഡ്രസ്സുണ്ട്. ഇതൊക്കെ പീലി എന്നുള്ളതാണ്. ഇത് ഒക്കെ ഞാനിവിടെ നിന്ന് പോകുമ്പോൾ കുറച്ച് UK പിള്ളേർക്ക് കുറച്ച് ഡ്രസ്സ് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണേ. കേട്ടോ, അടിപൊളി ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇന്നാണെങ്കിൽ UK അത്യാവശ്യം ഒരു വെയിലൊക്കെ വന്നേ. വെതറൊക്കെ ഒന്ന് മാറി. ഇനി പുറത്തിറങ്ങുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ ഒരുങ്ങി പുറത്തിറങ്ങി വ്ളോഗ് എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. ഒന്നും നടന്നില്ല. അത്രയ്ക്കും തിരക്കായിരുന്നേ. പിന്നെ ജോക്കൂട്ട രാവിലെ എഴുന്നേറ്റ് സ്വന്തമായിട്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുക. ആദ്യമായിട്ടാണ്. ഇനി ഇത് ശീലമായിക്കോളും. അവിടെ പോയിട്ട് ഇതുപോലെ ഞങ്ങൾ ചെയ്യിപ്പിക്കും. ഓക്കെ, തണുപ്പുണ്ട്, പക്ഷെ എനിക്കത് അത്ര വലിയ ഫീൽ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ വിശപ്പ് ഇന്നലെ രാത്രി തണുത്ത്. എന്തിനാണ് ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്നെ അപമാനിക്കുന്നത്? പിന്നീടല്ലോ ഇന്നലെ രാത്രി പുറത്ത് പോയി വന്നിട്ട് എനിക്കിങ്ങനെ വരച്ച്. എനിക്ക് പിന്നെ അങ്ങനെ ജാക്കറ്റ് ഇടുന്ന ഇഷ്ടമല്ല. ഞാൻ ഇടുന്ന ഡ്രസ്സുകളൊക്കെ എല്ലാവരെയും കാണിക്കണം, തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴുമായിട്ട്. അതുകൊണ്ട് ഞാൻ കുറേ ഡ്രസ്സൊക്കെ ഇടാണ്ടിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ ജാക്കറ്റ് ഇട്ടു കേട്ടോ. ഇന്നലെ ഒരു റെസ്റ്റോറൻറ്റുകാർ എന്നെ വ്ളോഗ് ചെയ്യാൻ വിളിച്ചു. അവരെനിക്ക് ജാക്കറ്റ്, പിന്നെന്താണ് ചേട്ടായി പേഴ്സ്. ജോൺസന്റെ പാടിയ കോപ്പിറൈറ്റ് വരുമെന്ന് ചോദിക്കുന്നു. വരുമോ ഗൈസ്? പിന്നെ അവരെനിക്ക് ബാഗ്, ജാക്കറ്റ്, പേഴ്സ്, കപ്പ ബിരിയാണി, കൂളിംഗ് ഗ്ലാസ്, എന്തൊക്കെയോ കുറേ സാധനം തന്നു. എനിക്ക് ഭയങ്കര ഹാപ്പി കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലല്ല, ലണ്ടനിൽ വന്നിട്ട് ഇവിടുന്ന് ആളുകൾ നമ്മളെ ഭയങ്കര സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ വയ്യ. പിന്നെ ഇപ്പോൾ രാവിലെ ഞാൻ തിന്നാൻ പോകുന്ന സാധനം എന്താണെന്ന് കാണിച്ചുതരാം. ഇന്നലെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വന്നപ്പോൾ എനിക്ക് KFC ഹോട്ട് വിങ്സ് കൊണ്ട് തന്ന്. അപ്പോൾ ഇന്നലെ തിന്നാൻ പറ്റിയില്ല, ഇപ്പം തിന്നാൻ പോവുകയാണ് കേട്ടോ. ചേട്ടാ ഇതേ കോഫി പൗഡർ അനിയൻ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി കുറേ സാധനമൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. അത് അമ്മയ്ക്ക് കൊടുക്കണം. അമ്മേനെ എന്താ കൂട്ടാത്തതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഒന്ന് ഭയങ്കര തണുപ്പാണ്, പിന്നെ അനിയത്തി അവിടെ ഒറ്റയ്ക്കാണ്. നെക്സ്റ്റ് ടൈം അമ്മേനെയും കൊണ്ട് വരുന്നതാണ്. ജോക്കുട്ടന് ഇവിടെ ഭയങ്കര കോഫി ഉണ്ടാക്കുന്നത്, ചൂടുവെള്ളം ഉണ്ടാക്കുന്നത്. ഇവിടെ കിച്ചൺ ഉണ്ട് കേട്ടോ അപ്പുറത്ത്. എന്താ ഞാൻ എഴുന്നേക്കുന്നില്ല, അതുകൊണ്ടാണ്. ജോൺസൻ്റെ ഇന്ത്യൻ ടൈമിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് ഇന്ത്യൻ ടൈമിൽ ഓടിക്കൊണ്ട്. നല്ല അക്കോമഡേഷനാണ് കേട്ടോ, അടിപൊളി അക്കോമഡേഷൻ. ചിക്കൻ കഴിക്കട്ടെ. അപ്പോൾ ഇതെന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. കണ്ടോ എൻ്റെ ഡ്രസ്സ് നല്ല സുന്ദരമായിട്ടില്ലേ? ഇത് പീലി ലൈഫ് സ്റ്റൈലിൽ നിന്ന് അവരെനിക്ക് ഡിസൈൻ ചെയ്ത് തയ്ച്ചു തന്നെയാണ്. എൻ്റെ ജോൺസേട്ടായിനെ കാണാൻ സൗന്ദര്യമുണ്ടോ? എൻ്റെ അത്ര ഇല്ല അല്ലേ? പിന്നെ ഞാൻ ജസ്റ്റ് ലണ്ടനെ കാണിച്ചു കേട്ടോ. ഇവിടെ അധികവും ബ്രിട്ടീഷുകാരൊക്കെ താമസിക്കുന്നത്. അവരുടെ വീടുകളൊക്കെ കാണിച്ചു തരാം. അതെ, അതിലേ പോന്നേ. അതിലേ കണ്ട. പിന്നെ ഇവിടെ നല്ല എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി കേട്ടോ. ഈ പൊടി ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ നാട് താൻ മുഖ്യം.
ഫോട്ടോ അല്ല വീഡിയോ ആണ്. ആശാനെ ട്രാവൽ കാർഡ് നിറച്ച മുടി കാണുന്നു. ആശാനെ ട്രാവൽ കാർഡ് എടുക്കാൻ മറന്നുപോയേ. എന്നിട്ട് എൻ്റെ മെക്കിട്ട് കയറാം, നിൻ്റെ ട്രാവൽ കാർഡാണ് മറന്നേന്നുള്ളത്. നോക്കുമ്പോൾ എന്താ ഭാഗ്യത്തിന് എൻ്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോയിട്ട് എടുത്തിട്ട് വന്നു. ഓ ഇവിടെ എൻ്റെ ജാക്കറ്റ് ഇട്ട് നടക്കുക. ഇതെനിക്ക് ഇന്നലെ ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. എവിടുന്നാ പറഞ്ഞു കൊടുക്ക്. എന്നെ ഒന്നും അംഗീകരിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. എന്നെ അംഗീകരിക്കുന്നില്ല. നല്ല തണുപ്പാട്ടോ. ഇവിടുന്ന് ഉമ്മ വെച്ചാൽ ഒന്നും കുഴപ്പമില്ല. ഒരു ഉമ്മന്നെ തന്നെ ആരും കണ്ട കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഉമ്മ തന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പം. ഓക്കെ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാം കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ ലണ്ടൻ റംഫോർഡിലേക്ക് പോകാം. കുറച്ച് ഞങ്ങൾ KFC ചിക്കൻ പോലത്തെ ഒരു ചിക്കൻ കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഞാൻ ഇവിടെ പോകുമ്പോൾ വീഡിയോ അധികം എടുക്കാത്തത് ഒന്നും ഇവിടെയുള്ള ആളുകൾക്ക് പ്രൈവസി ഇഷ്യൂ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലുണ്ട്, ഇവിടെ കുറച്ച് കൂടുതലാണ്. ഒന്നത് പിന്നെ എല്ലായിടത്തും സിനിമാ പാട്ട് വെച്ചിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോ എടുത്താൽ കോപ്പിറൈറ്റ് വരും. അതും കൊണ്ടും കൂടി കേട്ടോ. അവർക്ക് ജോൺസന്റെ ഒരു ജാക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഭയങ്കര ലൂസ് അത്. അങ്ങനെ നമ്മളെന്നൊരു യൂണിവേഴ്സിറ്റി വിസിറ്റിങ്ങിന് പോവാണ്. കാണിച്ചു കേട്ടോ, ഇവിടുത്തെ സ്ഥലം കാണിച്ചു. ഇത് ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ ആട്ടോ നിങ്ങൾ കാണുന്നത്. അടിപൊളി കാഴ്ചകൾ. നമ്മളിവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് കേട്ടോ. ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണേ. ഇന്ന് മനോഹരമായ സ്ഥലമാണെന്നുണ്ടോ? സൂപ്പറായില്ലേ? ഇനി ലണ്ടൻ കാണിച്ചു തന്നില്ല എന്ന് ആരും പറയരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആക്ച്വലി ഇന്നലെ രാത്രി വൈൻഡപ്പ് ചെയ്യേണ്ടിയായിരുന്നു, മറന്നുപോയി. ഭയങ്കര ക്ഷീണം പിടിച്ച് കയറി കിടന്നു കേട്ടോ. ഞാൻ കുറേ എൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തിരിഞ്ഞ് നടക്കായിരുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വേഗം കാണാം. ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം മന്നൂസ്. ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കും. ഇനിയും ഒരു 5 ദിവസം കൂടെ ഞാനിവിടെ ഉണ്ട് കേട്ടോ. 5 or 6 ദിവസം. ഓക്കെ, ബൈ.